ഇവിടെ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലുള്ള മാവിലെ മാങ്ങയൊക്കെ വിളഞ്ഞ് നിൽക്കാണ് കേട്ടോ. ഇനിയിപ്പോൾ അത് പറിച്ചിലെ കിളിയൊക്കെ ഓരോന്നോരോന്ന് കൊത്തിയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരുവിധം വലിയ മാങ്ങയാണ്. അപ്പോൾ വലിയ സൈസ് ആകുമ്പോൾ തന്നെ അതിൽ പക്ഷെ നല്ല മധുരമുണ്ട്. ചെറിയ ഈ പഴുക്കണേന് മുമ്പ് തന്നെ നല്ല മധുരമുണ്ട്. അപ്പോൾ അത് പറിക്കാനായിട്ട് ഞാനും കൺമണി ഏട്ടനും ഒക്കെ ആയിട്ട് തോട്ടിയൊക്കെ കെട്ടി ഇറങ്ങാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഏട്ടന് പോകണ്ടായിരുന്നു. അതുകൊണ്ടിട്ട് വീട്ടിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തൊക്കെ ഇങ്ങനെ സമയം കളയും പുള്ളി. അപ്പോൾ മാങ്ങ പറിച്ച് ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയ തോട്ടിയാട്ടോ. അതെന്ന് വെച്ചാൽ മാങ്ങ പറിക്കുമ്പോൾ നേരെ താഴത്തേക്ക് വീണാൽ ഇത് മണ്ണല്ലല്ലോ, തറയാണ്. താഴത്തൊക്കെ ടൈലിട്ടിരിക്കുന്ന കൊണ്ടിട്ട് നേരെ താഴത്ത് കൊണ്ട് പൊട്ടിപ്പോവില്ലേ. അതുകൊണ്ടിട്ട് ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തെടുത്തതാട്ടോ ഏട്ടൻ. എന്നിട്ട് ഇങ്ങനെ പറിച്ച് ഇതിലേക്കാകും. പിന്നെ നമുക്കിങ്ങനെ പെറുക്കി എടുത്താൽ മതി ഓരോന്നോരോന്ന്. പക്ഷെ ഭയങ്കര സ്ലോയിലാണ് ചെയ്യാൻ പറ്റുള്ളൂ. സാധാരണ പറിച്ചിടുന്ന പോലെ പറ്റൂല. എന്നാലും കുഴപ്പമില്ല. പൊട്ടിപ്പോയാൽ പിന്നെ നമുക്ക് പഴുപ്പിക്കാൻ പറ്റൂലല്ലോ. ഇത് പഴുപ്പിക്കാനായിട്ടാണ് നല്ലതെന്നാണ് പറഞ്ഞത്. കറി വെക്കാൻ പറ്റൂല, അത്ര പുളിയൊന്നും ഇല്ലാതെ മാങ്ങ. അങ്ങനെ ഞങ്ങൾ പിന്നെ പെറുക്കി ക്ഷീണിച്ച് അവിടെ കുത്തിയിരുന്ന് പെറുക്കാൻ തുടങ്ങി പിന്നെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇനി അമ്മ എല്ലാം എടുത്ത് പഴുപ്പിക്കാനായിട്ട് വെക്കാണ് കേട്ടോ. അപ്പോൾ തുണിയിൽ പൊതിഞ്ഞിങ്ങനെ വെച്ചാൽ വേഗം പഴുക്കുമെന്ന് പറയണ കൊണ്ടിട്ട് അങ്ങനെ പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് തുണിയിൽ പൊതിഞ്ഞെടുക്കാണ് കേട്ടോ. നേരത്തെ അരിയും ചാക്കിലും ഒക്കെ ഇട്ടൊക്കെ അല്ലേ വെക്കാം. ഇപ്പം അങ്ങനെ അതിനും മാത്രമൊന്നും അരി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വെക്കാണ് എടുത്ത്. ഇനി പഴുക്കുമ്പോൾ എടുക്കാം.